ഈ ഒരു മാസത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളത് വളരെ അപൂർവമായതും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് വാർത്തകളാണ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ നമ്മൾ കേട്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ മരണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത കേട്ടിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് എഴുന്നേൽക്കുന്നത് തന്നെ. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി തിരുവനന്തപുരം ബാലരാമപുരത്ത് കിണറ്റിൽ വീണ് മരിച്ചു എന്നുള്ള രീതിയിൽ, അത് ദുരൂഹ മരണം എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അമ്മ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്ത് വേറെ മാറി കിടന്ന അച്ഛന്റെ കൂടെ കൊണ്ടുപോയി കിടത്തിയെന്നും, അല്ലെങ്കിൽ അച്ഛന്റെ കൂടെ അല്ല അമ്മയുടെ സഹോദരന്റെ കൂടെയാണ് കിടന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ 2-3 പടിക്കെട്ടുകൾ ഇറങ്ങി വന്ന് ഈ 2.5 വയസ്സുള്ള കുട്ടി നല്ല പൊക്കത്തിൽ കെട്ടിയിട്ടുള്ള ഒരു കിണറ്റിന്റെ ആ ഒരു മതിലെല്ലാം കടന്ന് കിണറ്റിൽ ചാടി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പൊട്ടന്മാരോട് വേണം പറയാനായിട്ട്, അല്ലാതെ ബുദ്ധിയുള്ള ആൾക്കാരോട് ഇതൊന്നും പറയരുത്. ഈ അമ്മ ഇതിലേറ്റവും എന്തോ വലിയ ക്രൈം തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് തെളിയട്ടെ. അപ്പോൾ ആരിത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ശിക്ഷ, നല്ല ശിക്ഷ തന്നെ ഇത് കിട്ടട്ടെ. മക്കളില്ലാതെ എത്രയോ പേര് മക്കളില്ലാതെ ഭാരപ്പെടുന്നു. അവർക്ക് മക്കളില്ലാതിരിക്കുന്ന ആ ഒരു സമയത്ത് നല്ല ഓമനത്വമുള്ള ഒരു കുഞ്ഞിനെ ഇങ്ങനെ കൊന്ന് കിണറ്റിൽ കൊണ്ടിടാനായിട്ട് എങ്ങനെ തോന്നി? ഒരുപാട് ദുരൂഹതകൾ ഈ ഒരു കേസിലുണ്ട്. അത് അവിടെ ഒരു കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിച്ച രീതിയിൽ ഒരു റൂമൊക്കെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു അറിയത്തില്ല. 10-30 ലക്ഷം രൂപയോളം ആൾക്കാരോട് കടം മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. ആ പൈസ തിരിച്ചു കൊടുക്കാൻ വയ്യാതെ വന്നപ്പം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ആയിരിക്കുമല്ല. ഈ ഒരു കുഞ്ഞിനെ അവർ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കൊന്നിട്ട് കൊണ്ട് കിണറ്റിലിട്ടാവാനാണ് വഴി. എന്തായാലും കേസ് പെട്ടെന്ന് തെളിഞ്ഞ് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കട്ടെ. എങ്ങോട്ടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണിപ്പം. നിയമവ്യവസ്ഥയെക്കുറിച്ച് ആർക്കും ഇപ്പോൾ ഒരു പേടിയില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നിയമങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. ഒരാളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുകയും അതുപോലെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുകയും അതേപോലെ പ്രായം ചെന്നവരെ കൊന്നുകളയുകയും അതേപോലെ ഒന്നിലേറെ ആൾക്കാരെ കൊന്നുകളയുകയും ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ തൂക്കുകയറ് കൊടുക്കുകയും അതേപോലെ പെട്ടെന്ന് അത് നടപ്പിലാക്കുകയും ചെയ്യുവാണെങ്കിൽ തന്നെ പകുതി കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.